നിങ്ങൾ ട്രക്കുകൾ, ബസ്സുകൾ അല്ലെങ്കിൽ ജീപ്പുകൾ എന്നിവയുടെ അടിയിൽ ലീഫുകൾ പോലെയുള്ള ഒരു ഘടന കണ്ടിട്ടുണ്ടാകും. ഇതിനെ ലീഫ് സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നു. ലീഫ് സസ്പെൻഷൻ സിസ്റ്റം ഒരു മെക്കാനിക്കൽ സസ്പെൻഷൻ സംവിധാനമാണ്. ഇത് പരന്നതും വളഞ്ഞതുമായ നിരവധി സ്റ്റീൽ ലീഫുകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഈ ലീഫുകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കിയിരിക്കുന്നു. ഏറ്റവും വലിയ ലീഫ് മുകളിലാണ്. ഇതിനെ മാസ്റ്റർ ലീഫ് എന്ന് വിളിക്കുന്നു. ഇത് മുഴുവൻ ഘടനയുടെയും അടിസ്ഥാനമാണ്. മാസ്റ്റർ ലീഫിന്റെ രണ്ടറ്റത്തും ഹോളുകളുണ്ട്. ഇതിനെ ഐ എൻഡ് എന്ന് പറയുന്നു. ഇതിൽ ഷാക്കിളുകളും ചേസിസും ഘടിപ്പിക്കുന്നു. മാസ്റ്റർ ലീഫിന് താഴെയായി ചെറിയ ചെറിയ ലീഫുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഇവയെ ഗ്രാജുവേറ്റഡ് ലീഫ്സ് എന്ന് പറയുന്നു. ഈ എല്ലാ ലീഫുകളെയും ഒരുമിച്ച് ചേർക്കാൻ സെന്റർ ബോൾട്ട് അല്ലെങ്കിൽ യു ബോൾട്ട് ഉപയോഗിക്കുന്നു. ലീഫുകൾക്കിടയിലുള്ള വിടവ് നിയന്ത്രിക്കുന്നതിനും അമിതമായ വളയലും വൈബ്രേഷനും തടയുന്നതിനും റീബൗണ്ട് ക്ലാമ്പുകൾ ഉപയോഗിക്കുന്നു. ഇത് രണ്ടാമത്തെ ലീഫുകളെ മാസ്റ്റർ ലീഫുമായി ബന്ധിപ്പിച്ച് നിർത്തുന്നു. അവസാനമായി ബുഷിംഗ് ഉണ്ട്. ഇത് ചേസിസിനും സ്പ്രിംഗിനും ഇടയിൽ ഒരു ഫ്ലെക്സിബിൾ കണക്ഷൻ നൽകുന്നു. ഇതിന്റെ പ്രധാന ധർമ്മം വാഹനത്തിന്റെ ഭാരം താങ്ങുക, റോഡിൽ നിന്നുള്ള കുലുക്കങ്ങളും ഷോക്കുകളും വലിച്ചെടുക്കുക, വാഹനത്തിന് സുഗമമായ യാത്ര നൽകുക എന്നിവയാണ്. വാഹനം ഏതെങ്കിലും കുഴിയിലോ അല്ലെങ്കിൽ മോശം പ്രതലത്തിലോ ഓടുമ്പോൾ വീലുകൾ മുകളിലേക്കും താഴേക്കും ചലിക്കുന്നു. ഈ ചലനത്തിന്റെ ഷോക്ക് ആക്സിലൂടെ ലീഫ് സ്പ്രിംഗിലേക്ക് എത്തുന്നു. ഇവിടെ ലീഫ് സ്പ്രിംഗ് വളയുന്നു, അതായത് അത് അല്പം വളയുകയും ആ ഷോക്ക് എനർജി വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഷോക്ക് കടന്നു പോകുമ്പോൾ ലീഫ് സ്പ്രിംഗ് അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി വരുന്നു. ഈ പ്രക്രിയയിൽ ലീഫ് സ്പ്രിംഗിന്റെ ഇലാസ്തികതയും ഘർഷണവും ഊർജ്ജം വലിച്ചെടുക്കാനും പുറത്തുവിടാനും സഹായിക്കുന്നു. ഇതുവഴി വാഹനത്തിന്റെ ഭാഗങ്ങൾ സുരക്ഷിതമായിരിക്കുക മാത്രമല്ല, ഉള്ളിലിരിക്കുന്ന യാത്രക്കാർക്ക് കൂടുതൽ കുലുക്കം അനുഭവപ്പെടുകയുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതായിരുന്നു ലീഫ് സസ്പെൻഷൻ സിസ്റ്റവും അതിന്റെ ഉപയോഗവും.